നിങ്ങൾ ഒരുപക്ഷെ പല വാക്കുകളും ഇതിനു മുമ്പ് നിങ്ങളുടെ കാതിൽ കേട്ടിട്ടുണ്ടായിരിക്കാം. നിങ്ങൾ വേദനയുടെ വാക്കുകൾ കേട്ടിട്ടുണ്ടായിരിക്കാം. മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് പറയുന്ന നിരാശയുടെ വാക്കുകൾ ഒരുപക്ഷെ നിങ്ങളുടെ കർണപുടകളിൽ അത് പ്രതിഫലിക്കുന്നുണ്ടാകാം. പക്ഷെ ഇന്ന് പകലിൽ നിങ്ങൾ ഇതുവരെ കേട്ട വാക്കുകളുടെ മുകളിൽ ഉയർത്തെഴുന്നേറ്റ നസ്രയന്റെ ഒരു വാക്ക് മുഴങ്ങുകയാണ്: നിങ്ങൾക്ക് വന്ദനം. ഈ വന്ദനം ചിലതിനെ ജനിപ്പിക്കുന്നതാണ്. ഒരു മറിയുടെ അടുക്കൽ അത് സ്വർഗത്തിലെ ദൂതൻ ഇറങ്ങിയിട്ട് പറഞ്ഞു: കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം. അതൊരു വിശുദ്ധ പ്രജയെ അവളുടെ അകത്തളത്തിൽ ഉരുവാക്കിയതായിരുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് പകലിൽ നസ്രയന്റെ വന്ദനം ചിലതിനെ ഉരുവാക്കുകയാണ്. ഇതുവരെ നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ലാത്തത്, നിങ്ങൾ പ്രത്യാശിച്ചിരിക്കുന്നത് ചിലത് ഈ വന്ദന സ്വരത്തിന്റെ മുമ്പിൽ ഉരുവാകുകയാണ്. ആദ്യത്തെ വന്ദനം വഴിയായവനെ പുറത്തു കൊണ്ടുവന്നു. അല്ല, ഇനി ഈ വന്ദന സ്വരം കേട്ടവൾ എഫ്രൈം മലനാട്ടിലേക്ക് ചെന്ന് അവിടെ ഒളിച്ചു വാർത്ത എലിസബത്തിനെ കണ്ട് അവളോട് വന്ദനം പറയുക. ആ വന്ദന സ്വരം കേട്ടപ്പോൾ ബൈബിൾ പറയുകയാണ്, 6 മാസം ചലിക്കാതെ കിടന്ന പിള്ള എലിസബത്തിന്റെ ഉള്ളത്തിൽ തുള്ളിയെന്ന്. അങ്ങനെയെങ്കിൽ ഇന്ന് പകലിൽ ഞാൻ ആത്മാവിൽ സഭയെ നോക്കി പ്രവചിക്കട്ടെ: ഇതുവരെ ചലിക്കാതെ കിടക്കുന്ന ചിലത്, ഇതുവരെ നിർജീവമായി കിടക്കുന്ന ചിലത്, ചലിക്കുന്ന ഒരു സീസണായി പരിശുദ്ധാത്മാവ് ഈ സീസണെ മാറ്റുകയാണ്. നിങ്ങൾക്ക് വന്ദനം. ഇന്ന് പകൽ ആ വന്ദന സ്വരം ചിലതിനെ ചലിപ്പിക്കട്ടെ. ഉയർത്തെഴുന്നേറ്റ കർത്താവ് ആദ്യം പറയുന്ന വാക്ക് കലങ്ങിയിരിക്കുന്നവരോട്, ആകുലതയോടെ ഇരിക്കുന്നവരോട് നസ്രയൻ പറയുക: നിങ്ങൾക്ക് വന്ദനം. അതുകൊണ്ടാണ് യേശു തന്റെ ശിഷ്യന്മാരെ പറഞ്ഞയക്കുമ്പോൾ ഇങ്ങനെയാ വിടുന്നത്: നിങ്ങളൊരു ഭവനത്തിൽ ചെല്ലുമ്പോൾ ആ ഭവനത്തിന് വന്ദനം പറവിൻ. അങ്ങനെ നിങ്ങൾ വന്ദനം ചൊല്ലുമ്പോൾ അവർ നിങ്ങളെ സ്വീകരിക്കുന്നെങ്കിൽ നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്ന സമാധാനം, ആ സമാധാന ദൂതൻ ആ ഭവനത്തിലിറങ്ങും. അങ്ങനെയെങ്കിൽ ഈ വന്ദനം സമാധാനമറ്റ ചിലതിൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് സമാധാനത്തെ ഉളവാക്കുന്നതാണ്. അതുകൊണ്ട് ഇന്ന് പകലിൽ ദൈവസഭയെ നോക്കി ഉയർത്തെഴുന്നേറ്റ നസ്രയൻ പറയുകയാണ്: സഭയെ നിങ്ങൾക്ക് വന്ദനം.